ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഊണിനിൽ എന്താ പറയുക തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തൊടിയിലുണ്ടാകുന്ന കാട്ടുചേനയുടെ തണ്ടാണ് എടുക്കുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കിയതിന് ശേഷം നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ കയ്യുമ്മൊക്കെ ആകാതിരിക്കാൻ കയ്യിലൊരു കവറൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളെ തൊടിയിൽ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. എല്ലാ തൊടിയിലും അധികം ഉണ്ടാവും. ഇത് ഒരുപാട് ഗുണമുള്ള ഒരു ഇതാണ് കേട്ടോ നമ്മളെ കാട്ടുചേനയുടെ തണ്ട്. ഈ സമയത്താണ് ഇത് എടുക്കുക. ഇത് നല്ല സോഫ്റ്റുള്ള ഇതായി വെന്ത് കിട്ടാനൊക്കെ ഈ സമയത്താണ് എടുക്കുക. കുറച്ചും കൂടി ആയാൽ അത് ഒരുപാട് അങ്ങ് ആയിപ്പോവുള്ളൂ. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഇതായി നമുക്ക് അരിഞ്ഞെടുക്കണം. രണ്ട് തരം കാട്ടുചേനയുടെ തണ്ടുണ്ട് കേട്ടോ അതിൽ. ഒന്ന് ഒരു ബ്ലാക്ക് പോലെയും പിന്നെ എന്താ പറയുക ഒരു ചേമ്പിൻ്റെ തണ്ട് ഇങ്ങനെ പുള്ളിയായിട്ടൊക്കെ ഉള്ള രണ്ട് ഐറ്റംസാണ്. അപ്പോൾ രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കൈയൊക്കെ ചെറുതായി ചൊറിയൊക്കെ ചെയ്യും. അതിന് വേണ്ടി നമ്മൾ കവറൊക്കെ ഇട്ടതിന് ശേഷം അത് അരിഞ്ഞെടുക്കാവൂ കേട്ടോ. പിന്നെ കയ്യുമെന്നാകാതെ നമ്മൾ കഴുകുമ്പോഴും ഒക്കെ ഒന്ന് കെയർ ചെയ്യണം. എല്ലാം അരിഞ്ഞെടുത്തിട്ട് വലിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുമ്പ് നമുക്ക് കഴുകുക ചെയ്യാം. അപ്പോൾ കയ്യുമ്പോൾ അതിൻ്റെ വെള്ളം ആയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വെന്ത് കഴിഞ്ഞാൽ ഇത് ചൊറിയൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് പുളിയൊക്കെ ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അടുപ്പത്ത് വെച്ച് ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അത് കുറച്ച് തിക്കോട് കൂടെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു. അത് കാരണം നമ്മൾ പയർ ഇട്ടിട്ടല്ല വേവിച്ചത് കേട്ടോ. അത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാൻ വേണ്ടി നന്നായി കഴുകിയതിന് ശേഷം നമ്മളത് വേവിച്ചെടുക്കുകയാണ്. ഇനി ചെറുപയറൊക്കെ കഴുകുമ്പോൾ നന്നായി കഴുകിയെടുക്കണം കേട്ടോ. അത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കെമിക്കലൊക്കെ ചേർത്തിട്ടാണ് അവരെ സെറ്റാക്കി വെക്കുക കേട്ടോ. നമ്മൾ നന്നായി കഴുകിയെടുക്കണം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരുക്കിയതിന് കുറച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളെ ചേമ്പുന്നണ്ട് നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാ സാധനം ഇട്ടിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ചെറുപയറിൻ്റെ അതാണ് ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ച് കുറച്ച് പുളി ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.